ആഘോഷം എന്തായി എന്നറിയാൻ നമുക്ക് ഇടുക്കിയിലേക്കൊന്ന് പോകാം. അടിമാലിയിൽ നിന്ന് നമ്മുടെ രാഹുൽ സുരേഷ് നിൽക്കുന്നുണ്ട്. രാഹുൽ സുരേഷ്, ഗുഡ് ഈവനിങ്. ക്രിസ്മസ് എത്തിയോ? സുജയ, എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇടുക്കിയിലും ക്രിസ്മസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടാണെങ്കിൽ SM സ്ട്രീറ്റ് ഉണ്ട്, കൊച്ചിയിലാണെങ്കിൽ ബ്രോഡ്വേ ഉണ്ട്, അതോടൊപ്പം തിരുവനന്തപുരത്താണെങ്കിൽ പാളയം മാർക്കറ്റ് ഉണ്ട്. ഇടുക്കിയിൽ പ്രത്യേകിച്ച് പറയത്തക്ക മാർക്കറ്റുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും എല്ലായിടങ്ങളിലും മാർക്കറ്റുകൾ, അതായത് സാധാരണ കടകളെല്ലാം ആക്റ്റീവാണ്. നമ്മളിപ്പോൾ ഉള്ളത് അടിമാലിയിലാണ്. അടിമാലിയിലെ കടകളിലൊക്കെ ഞായറാഴ്ച കൂടിയാണെങ്കിൽ കൂടി വലിയ തിരക്കുകൾ ഇല്ലെങ്കിൽ കൂടി കടകളിലെല്ലാം ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണിച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകളാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങളും കാണുന്ന പോലെ തന്നെ വിവിധ ഭാവത്തിലുള്ള ക്രിസ്മസ് ട്രീകളൊക്കെ ഓരോ കടകളിലും റെഡി ആയിരിക്കുന്നുണ്ട്. അതുകൂടാതെ രാത്രി സമയങ്ങളിൽ നമ്മൾ വെറൈറ്റി പാട്ടുകളായിട്ടാണ് സുജിയ, ഇത് ഇടുക്കിയിലെ സ്പെഷ്യൽ മരമാണ്. കാരണം മൂന്നാറിൽ മൈനസ് ആണല്ലോ, -2 ഡിഗ്രി ഒക്കെയാണ് 2 ദിവസമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞ് വീണ് വെളുത്ത കളറിലായിരിക്കുന്നത്. മഞ്ഞ് വീണ മരമാണ്. സാധാരണ പച്ച മരമാണ്, പക്ഷെ അതിന്റെ പുറത്ത് മഞ്ഞ് വീണ് വെളുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനൊരു വെളുപ്പ് കളർ വന്നിരിക്കുന്നത്. എന്റെ വലതു ഭാഗത്ത് ക്രിസ്മസ് പാപ്പുമാരുടെ മുഖംമൂടിയൊക്കെ ഉണ്ട്. രാത്രിയിൽ നല്ല അടിപൊളി പാട്ടൊക്കെ പാടി ഈ മുഖംമൂടിയൊക്കെ വെച്ചാണ് നമ്മൾ സാധാരണ ഈ കരോൾ ഗാനങ്ങൾക്കൊക്കെ പോകുന്നത്. ഇങ്ങനെ വിവിധ ഭാവത്തിലുള്ള ലൈറ്റുകൾ കണ്ടോ, മിന്നി തിളങ്ങുന്ന ലൈറ്റുകൾ ആളുകളെ അട്രാക്ട് ചെയ്തുകൊണ്ട് വിവിധ കടകളിലുണ്ട്. നമുക്ക് ഈ ആളുകളോടൊക്കെ ചോദിക്കാം, എങ്ങനെയുണ്ട് ക്രിസ്മസ് വിപണി? ആക്റ്റീവ് ആണോ? അടിപൊളിയായിട്ട് പോകുന്നു. 2-3 ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ്. ഇലക്ഷൻ്റെതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിരക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇരുമ്പുപാലത്തേക്ക് പോകാൻ പോവുകയാണ്. വലിയ പരിപാടി, ആഘോഷ പരിപാടികളൊക്കെ നടക്കാൻ പോവുകയാണ്. അതെ, അവിടെ എല്ലാ തവണയുള്ള പരിപാടിയാണ്, വലിയ പരിപാടിയാണ്. ടൗണിൽ നടക്കും ഇഷ്ടംമാതിരി ആളുകൾ എന്നുള്ള പരിപാടിയാണ്. ആക്റ്റീവ് ആണ്. അങ്ങനെ മൊത്തത്തിൽ ഇടുക്കി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അടിമാലിയിലെ കാഴ്ചകളാണ് രാഹുൽ പങ്കുവച്ചത്. കടകളിലൊക്കെ സാധനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി ഇതൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീടുകളിലേക്കൊക്കെ ഒന്ന് എത്തിച്ച്, പലയിടത്തും ഇതിനൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എന്തായാലും ഡെക്കറേറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു. നമുക്ക് ഓണവും ക്രിസ്മസും റംസാൻ എന്തായാലും ആഘോഷം ഏതായാലും നമ്മളത് ആഘോഷിച്ച് തന്നെ പോകണം. അതിനകത്ത് നമ്മൾ വേറെ ഒരു കാര്യമില്ല. ആഘോഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവും. അപ്പോൾ